എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ ജയദ്രഥൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടു പോകുന്നത് വരെയാണ് നമ്മൾ കേട്ടത്. നമുക്കിനി മഹാഭാരതം ബാക്കി കേൾക്കാം. ജയദ്രഥൻ ദ്രൗപദിയെ ബലമായി പിടിച്ച് രഥത്തിലേക്ക് കയറ്റി. ദ്രൗപദിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഓടിവന്ന മുനിമാർ കാണുന്നത് ജയദ്രഥൻ ദ്രൗപദിയെയും കൊണ്ട് കടന്നു കളയുവാൻ ഒരുങ്ങുന്നതാണ്. മുനിമാർ ജയദ്രഥനോട് പറഞ്ഞു, രാജൻ, അവിവേകമാണ് അങ്ങ് കാണിക്കുന്നത്. കൊടിയ ആപത്താണ് അങ്ങ് ക്ഷണിച്ചു വരുത്തുന്നത്. ദയവ് ചെയ്ത് ദ്രൗപദിയെ സ്വതന്ത്രയാക്കിയാലും. എന്നാൽ ജയദ്രഥൻ മുനിമാരുടെ വാക്ക് വകവയ്ക്കാതെ ദ്രൗപദിയെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇതേ സമയം നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന പാണ്ഡവർ ആകാശത്തിലൂടെ പരിഭ്രാന്തരായി പറക്കുന്ന പക്ഷികളെ ശ്രദ്ധിച്ചു. യുധിഷ്ഠിരൻ സഹോദരന്മാരോടായി പറഞ്ഞു, നമ്മുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ദിക്കിൽ നിന്നുമാണ് പക്ഷികൾ പരിഭ്രാന്തരായി പറക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ തിരിച്ചെത്തണം. എന്തോ അപകടം സംഭവിച്ചതായി എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ആശ്രമത്തിൽ തിരിച്ചെത്തിയ പാണ്ഡവരോട് സംഭവിച്ച കാര്യം മുനിമാർ വിവരിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പാണ്ഡവർ ദ്രൗപദിയെ രക്ഷിക്കുവാനായി ജയദ്രഥന്റെ രഥം പോയ ദിക്കിലൂടെ അതിവേഗം സഞ്ചരിച്ചു. അധികം വൈകാതെ തന്നെ പാണ്ഡവർ ദ്രൗപദിയെയും കൊണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന ജയദ്രഥന്റെ രഥം കണ്ടു. അർജുനൻ ജയദ്രഥന്റെ ഭടന്മാരെ നിഷ്പ്രയാസം വധിച്ചു. പാണ്ഡവരുടെ കണ്ണ് വെട്ടിച്ച് ദ്രൗപദിയെയും കൊണ്ട് തനിക്ക് കടന്നു കളയാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായ ജയദ്രഥൻ ദ്രൗപദിയെ തേരിൽ നിന്നും തള്ളിയിട്ടിട്ട് പ്രാണരക്ഷാർത്ഥം അതിവേഗം രഥം പായിച്ചു. ദ്രൗപദിയുടെ സമക്ഷമെത്തിയ പാണ്ഡവരോട് ദ്രൗപദി പറഞ്ഞു, ആ നീചനെ വെറുതെ വിടരുത്. എന്നെ അപമാനിച്ച ജയദ്രഥന് തക്കതായ ശിക്ഷ നൽകണം. യുധിഷ്ഠിരൻ ഭീമാർജുനന്മാരോടായി പറഞ്ഞു, ദ്രൗപദിയെയും കൂട്ടി ഞാനും നകുല സഹദേവന്മാരും ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾ ജയദ്രഥനെയും കൂട്ടി ആശ്രമത്തിലേക്ക് വരിക. ഭീമ, അർജുന, ജയദ്രഥൻ അവിവേകിയും എടുത്തുചാട്ടക്കാരനും അധർമ്മിയുമായിരിക്കാം. എന്നാലും നിങ്ങൾ അവനെ വധിക്കരുത്. അവൻ നമ്മളുടെ സഹോദരിയായ ദുഷളയുടെ ഭർത്താവാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി ദുഷള വിധവയാകുവാൻ ഇടയാവരുത്. പോയി ജയദ്രഥനെ ബന്ദിയാക്കി ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും. ഭീമാർജുനന്മാർ ജയദ്രഥന്റെ രഥത്തെ പിന്തുടർന്നു. അർജുനന്റെ ശരമേറ്റ് ജയദ്രഥന്റെ രഥം തകർന്നു. പ്രാണരക്ഷാർത്ഥം രഥത്തിൽ നിന്നും ഇറങ്ങിയോടിയ ജയദ്രഥനെ ഭീമൻ നിഷ്പ്രയാസം പിന്തുടർന്ന് പിടികൂടി. ഭീമൻ ജയദ്രഥനോട് അലറി, ജയദ്രഥ, നിനക്ക് ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകുവാൻ മാത്രം ധൈര്യമോ? എന്റെയും അർജുനന്റെയും കണ്ണുവെട്ടിച്ച് കടന്നു കളയാമെന്ന് നീ കരുതിയോ വിഡ്ഢി? ഭീമന്റെ പ്രഹരമേറ്റ ജയദ്രഥൻ മിന്നൽ പിണർ ഏറ്റ മരം പോലെ വിറച്ചുപോയി. ഭീമൻ ജയദ്രഥനോട് അലറി, യുധിഷ്ഠിരന്റെ വാക്ക് ഒന്ന് മാത്രം കൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ജയദ്രഥ. അല്ലാത്ത പക്ഷം ദ്രൗപദിയെ അപമാനിച്ച നിന്നെ ഞാൻ എപ്പോഴേ കാലപുരിക്ക് അയച്ചേനെ. ക്രോധം അടക്കുവാൻ കഴിയാതെ ഭീമൻ കത്തി ഉപയോഗിച്ച് ജയദ്രഥന്റെ തലമുടി വികൃതമായ രീതിയിൽ മുറിച്ചു കളഞ്ഞു. പഞ്ചപാണ്ഡവരാണ് ജയദ്രഥനെ ബന്ധനസ്ഥനാക്കിയത് എന്ന് സൂചിപ്പിക്കുമാറ് ഭീമൻ ജയദ്രഥന്റെ തലയിൽ മുടിയുടെ 5 കുടുമകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി മുടി മുഴുവൻ വടിച്ചു കളഞ്ഞു. ഭീമൻ ജയദ്രഥനോട് പറഞ്ഞു, ജയദ്രഥ, പരസ്യമായി നീ പാണ്ഡവരുടെ അടിമയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിന്നെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ. തുടർന്ന് ഭീമാർജുനന്മാർ ജയദ്രഥനെയും കൂട്ടി ആശ്രമത്തിലെത്തി. ജയദ്രഥനെ യുധിഷ്ഠിരന്റെ കാൽക്കീഴിലേക്ക് തള്ളിയിട്ടിട്ട് ഭീമൻ പറഞ്ഞു, നീചനായ ജയദ്രഥ, പാണ്ഡവരുടെ അടിമയാണ് നീയെന്ന് ഉച്ചത്തിൽ പറ. ദ്രൗപദിയോട് നീ മാപ്പ് ചോദിക്ക്. അപമാനിതനായി തലതാഴ്ത്തി നിന്ന ജയദ്രഥൻ താൻ പാണ്ഡവരുടെ അടിമയാണ് എന്ന് പറഞ്ഞു. ദ്രൗപദി പറഞ്ഞു, ഇനി ഈ നീചനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊള്ളുക. ഇനി ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുവാൻ നീ ധൈര്യപ്പെടരുത് ജയദ്രഥ. തുടർന്ന് യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ഭീമൻ ജയദ്രഥനെ സ്വതന്ത്രനാക്കി. ജയദ്രഥൻ പാണ്ഡവരോടും ദ്രൗപദിയോടും ക്ഷമ പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. അപമാന ഭാരത്താൽ തലയുയർത്തുവാൻ കഴിയാതെ തല മുണ്ഡനം ചെയ്യപ്പെട്ട അവസ്ഥയിൽ തിരിച്ച് സ്വന്തം രാജ്യമായ സിന്ധു ദേശത്തേക്ക് മടങ്ങുവാൻ കഴിയാതെ ജയദ്രഥൻ ഇരുന്നു. പാണ്ഡവരോട് ഈ അപമാനത്തിന് എങ്ങനെ പകരം ചോദിക്കുമെന്ന് ആലോചിച്ച് തലപുകച്ച ജയദ്രഥന് ഒരു ഉപായം തോന്നി. തപസ് ചെയ്ത് പരമേശ്വരനെ പ്രീതിപ്പെടുത്തണം. അദ്ദേഹത്തിൽ നിന്നും പാണ്ഡവരെ തോൽപ്പിക്കുവാൻ കഴിയണം എന്ന വരം നേടിയെടുക്കണം. അങ്ങനെ ഗംഗാതീരത്ത് ജയദ്രഥൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുവാനായി ഘോരമായ തപസ് ആരംഭിച്ചു. ജയദ്രഥന്റെ തപസ്സിൽ സംപ്രീതനായ പരമേശ്വരൻ ജയദ്രഥന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ തപസ് എന്നെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു വത്സ. പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ജയദ്രഥൻ പറഞ്ഞു, മഹേശ്വര, ഭക്തവത്സല, എനിക്ക് പാണ്ഡവർ 5 പേരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കഴിയണം. അതിനുള്ള വരം എനിക്ക് അങ്ങ് നൽകിയാലും. പരമേശ്വരൻ പറഞ്ഞു, അത് സാധ്യമല്ല പുത്ര. പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുക അസംഭവ്യമാണ്.
ദേവന്മാർക്ക് പോലും ഗദാധാരിയായ ഭീമനും ഗാണ്ഡീവധാരിയായ അർജുനനും മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ നിനക്ക് മറ്റൊരു വരം നൽകാം. യുദ്ധത്തിൽ വളരെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ, ഏറ്റവും നിർണായകമായ വേളയിൽ നിനക്ക് പാണ്ഡവരുടെ മുന്നേറ്റം തടയുവാൻ കഴിയും. അതിലൂടെ പാണ്ഡവർക്ക് ഒരിക്കലും നികത്തുവാൻ കഴിയാത്ത ഒരു വലിയ നഷ്ടം സമ്മാനിക്കുവാൻ നിനക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ പോലും നിനക്ക് അർജുനനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല. അർജുനൻ ഒഴിച്ച് ബാക്കി 4 പാണ്ഡവരുടെയും സുപ്രധാനമായ മുന്നേറ്റം യുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് നിനക്ക് തടയുവാൻ കഴിയുമെന്ന വരം ഞാൻ നിനക്ക് നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ അപ്രത്യക്ഷനായി. താൻ ആഗ്രഹിച്ച, താൻ ആവശ്യപ്പെട്ട വരം ലഭിക്കാത്തതിൽ നിരാശനായി ജയദ്രഥൻ സിന്ധു രാജ്യത്തേക്ക് മടങ്ങി. ജയദ്രഥനിൽ നിന്നും ദ്രൗപദിക്ക് ദുരനുഭവം ഉണ്ടായതിനു ശേഷം പാണ്ഡവരും ദ്രൗപദിയും കാമ്യക വനം വിട്ട് തിരിച്ച് ദ്വൈതവനത്തിൽ വന്ന് താമസം ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു നാൾ പാണ്ഡവരും ദ്രൗപദിയും തങ്ങളുടെ ആശ്രമത്തിൽ ഓരോന്നും പറഞ്ഞിരിക്കുന്ന വേളയിൽ അവരുടെ സമക്ഷം ഒരു വൃദ്ധ ബ്രാഹ്മണൻ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഈ വനത്തിൽ കഴിയുന്ന ഒരു ബ്രാഹ്മണനാണ്. വേദാഭ്യാസവും യാഗങ്ങളും ചെയ്ത് ഞാനിവിടെ ജീവിച്ചു വരികയാണ്. എനിക്ക് ഒരു പ്രയാസമുണ്ട്. വീരന്മാരായ നിങ്ങൾക്ക് നിഷ്പ്രയാസം എൻ്റെ സങ്കടം ദൂരീകരിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ഞാൻ നിങ്ങളുടെ സമക്ഷം എത്തിയത്. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയ്ക്ക് ഞങ്ങളുടെ പ്രണാമം. എന്താണ് അങ്ങയെ അലട്ടുന്ന പ്രശ്നമെന്ന് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ അതിന് തക്കതായ പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളതായി കണക്കാക്കുന്ന സ്വത്ത് 2 തടിക്കഷ്ണങ്ങളാണ്. ആ തടിക്കഷ്ണങ്ങൾ തമ്മിൽ ഉരസി അതിൽ നിന്നും ഉദ്ഭവിക്കുന്ന തീപ്പൊരിയിൽ നിന്നുമാണ് ഞാൻ യാഗം ചെയ്യുവാനുള്ള അഗ്നി ഉണ്ടാക്കുന്നത്. യാഗം ചെയ്യാത്ത സമയത്ത് ഞാൻ ആ തടിക്കഷ്ണങ്ങൾ എൻ്റെ ആശ്രമത്തിന് സമീപത്തായുള്ള മരത്തിൻ്റെ താഴ്ന്ന ചില്ലയിലാണ് കെട്ടിയിടാറുള്ളത്. ഇന്ന് രാവിലെ ഒരു മാൻ ആ ചില്ലയിൽ വന്ന് ദേഹം ഉരസുന്ന വേളയിൽ യാഗത്തിന് അഗ്നി ഉണ്ടാക്കുവാനായി ഞാൻ ഉപയോഗിക്കുന്ന തടിക്കഷ്ണങ്ങൾ ആ മാനിൻ്റെ കൊമ്പിൽ കുരുങ്ങിപ്പോയി. മാൻ തൻ്റെ കൊമ്പിൽ കൊരുത്ത ആ തടിക്കഷ്ണങ്ങളും കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. മാനിൻ്റെ പിന്നാലെ ഞാൻ ഓടിയെങ്കിലും എനിക്ക് ആ മാനിൻ്റെ അടുത്ത് പോലും എത്തുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വില്ലാളി വീരന്മാരല്ലേ? ആ മാനിനെ പിടിച്ച് നിങ്ങൾ എനിക്ക് എൻ്റെ തടിക്കഷ്ണങ്ങൾ തിരിച്ചു നൽകിയാലും ആ തടിക്കഷ്ണങ്ങളില്ലാതെ എനിക്ക് യാഗം ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് കേട്ട് പാണ്ഡവർ ബ്രാഹ്മണനെ സഹായിക്കാമെന്ന് വാക്ക് നൽകി ആ മാൻ ഓടിയ ദിക്കിലേക്ക് സഞ്ചരിച്ചു. ഏറെ സഞ്ചരിച്ചിട്ടും ആ മാനിനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പാണ്ഡവർ ഒരു മരത്തിൻ്റെ തണലിൽ ഇരുന്നു. യുധിഷ്ഠിരൻ നകുലനോട് പറഞ്ഞു, അനുജ, നീ ഈ കാണുന്ന ഉയരമുള്ള മരത്തിൽ കയറി അടുത്തെങ്ങാനും ജലസ്രോതസ് ഉണ്ടോ എന്ന് നോക്കിയാലും. നമ്മൾ എല്ലാവരും ദാഹിച്ച് വലഞ്ഞ് ഇരിക്കുകയല്ലേ. അതിൻ പ്രകാരം നകുലൻ മരത്തിൽ കയറി ചുറ്റും നോക്കി. അല്പം ദൂരെയായി നകുലൻ ഒരു തടാകം കണ്ടു. നകുലൻ ആ വിവരം യുധിഷ്ഠിരനെ അറിയിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നകുല, നീ ആ തടാകത്തിൽ പോയി നിന്റെ ആവനാഴിയിൽ വെള്ളം നിറച്ച് തിരിച്ചു വന്നാലും. അങ്ങനെ നകുലൻ തൻ്റെ സഹോദരന്മാരുടെ ദാഹം അകറ്റുവാനായി ആവനാഴിയും കൊണ്ട് തടാകം കണ്ട ദിക്കിലേക്ക് നടന്നു. നടന്ന് നകുലൻ തടാകത്തിനടുത്തെത്തി. ആദ്യം തൻ്റെ ദാഹം അകറ്റിയതിന് ശേഷം ആവനാഴിയിൽ വെള്ളം നിറച്ച് സഹോദരന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ നകുലൻ ഒരുങ്ങിയതും അശരീരി പോലെ ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഞാൻ ഒരു യക്ഷനാണ്. ഞാനാണ് ഈ തടാകത്തിൻ്റെ ഉടമ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നീ ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചാൽ അതിന് നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ മുന്നറിയിപ്പിന് യാതൊരു വിലയും കൽപ്പിക്കാതെ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചതും നകുലൻ തക്ഷണം തന്നെ തടാകത്തിൻ്റെ കരയിലായി മരിച്ചു വീണു. വെള്ളം കൊണ്ടുവരാനായി പോയ നകുലൻ ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിൽ അസ്വാഭാവികത തോന്നിയ യുധിഷ്ഠിരൻ നകുലനെ അന്വേഷിക്കുവാനായി സഹദേവനെ അയച്ചു. സഹദേവൻ നടന്ന് തടാകത്തിൻ്റെ കരയിലെത്തി. അവിടെ മരിച്ചു കിടക്കുന്ന നകുലനെ കണ്ടു. സഹദേവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സഹദേവൻ കരുതി, ദാഹിച്ച് ക്ഷീണിച്ച് നകുലൻ മരിച്ചതായിരിക്കാം. എത്രയും പെട്ടെന്ന് ഞാൻ വെള്ളം കുടിച്ച് എൻ്റെ ദാഹം അകറ്റിയിട്ട് ദാഹജലത്തിനായി കാത്തിരിക്കുന്ന എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് വെള്ളവുമായി എത്തണം. തടാകത്തിൽ നിന്നും ജലം കുടിക്കുവാനായി സഹദേവൻ തുനിഞ്ഞതും അശരീരി വീണ്ടും കേട്ടു, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഈ തടാകത്തിൽ നിന്നും നീ വെള്ളം കുടിച്ചാൽ നിന്നെ കാത്തിരിക്കുന്നതും നകുലൻ്റെ അതേ വിധി തന്നെ ആയിരിക്കും. എന്നാൽ സഹദേവനും ആ അശരീരിക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചതും സഹദേവനും തൽക്ഷണം തന്നെ മരിച്ചു വീണു. തൽക്കാലം മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നന്ദി.